ഹായ് ഗൈസ്, നിങ്ങളോർക്കും ഞാൻ രാവിലെ തന്നെ എങ്ങോട്ടാണ്? ഐ ആം ഗോയിങ് ബാക്ക് ടു മൈ കോളേജ്. അങ്ങനെ ഞാൻ എറണാകുളത്ത് കുറേ നേരം ബസ് കാത്തു നിന്നു. ലാസ്റ്റ് ബസ് എത്തി. ഞാൻ ബസ്സിൽ കയറി. ലാസ്റ്റ് കാണുന്നതാണ് എൻ്റെ സീറ്റ്. അങ്ങനെ ഞാൻ സീറ്റിൽ കയറിയിരുന്നു. ആ കാണുന്നതാണ് ഗാഥ. ഇതാണ് ഗാഥേൻ്റെ പേരൻസ്. ഞങ്ങൾ ഗാഥേൻ്റെ പേരൻസിനോട് ബായ് പറഞ്ഞു. അങ്ങനെ എറണാകുളത്ത് നിന്ന് ദേവികേൻ്റെ സ്ഥലത്തേക്ക് പോവുകയാണ്. അടുത്ത സ്റ്റോപ്പിൽ നിന്ന് ദേവിക കയറും. ഞങ്ങൾക്ക് ആക്ച്വലി സെം ബ്രേക്ക് ആയിരുന്നു. സെം ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചിപ്പം 2-3 വീക്സ് കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. ഇനി കാണുന്ന അടുത്ത സ്റ്റോപ്പിൽ നിന്ന് ദേവിക കയറും. ദേവിക ഇവിടെ എവിടെയോ ഉണ്ട്, ഇപ്പോൾ വരുമായിരിക്കും. നോക്കട്ടെ, കാണുന്നില്ലല്ലോ. അതെ, ആ കാണുന്നതാണ് ദേവികേൻ്റെ ചേട്ടൻ. ദേവികേൻ്റെ ചേട്ടനും ചേച്ചിയും ദേവികയും നടന്നു വരുന്നു. ഈ ബസ്സിൻ്റെ ബാക്കിലാണ് ലഗേജൊക്കെ വെക്കുന്നത്. അപ്പോൾ അവർ ലഗേജ് വെക്കാനായിട്ട് പോന്നു. ദേവിക പോന്നു. ഒത്തിരി ഉണ്ട്. അതിൽ എനിക്ക് തോന്നുന്നത് എല്ലാ ബാഗിലും ഫുഡാന്ന് തോന്നുന്നു. ഇപ്പം ഇതിൽ കയറി വരും. എന്താണ് വരാത്ത? അവളെ കയറ്റി വിട്ടില്ലെന്ന് തോന്നുന്നു. ആക്ച്വലി എന്താണ് കയറ്റി വിടാത്തത്? ഡ്രൈവർ പറഞ്ഞെന്ന് തോന്നി കയറി വരുന്നുണ്ട്, അവിടെ നിന്നോളെ. തീ വരുന്നു. എന്തോ കയ്യിലെന്തോ സാധനമൊക്കെ ഉണ്ടല്ലോ. ഹായ് ഹായ്. ദേവികേൻ്റെ സീറ്റ് എൻ്റെ സീറ്റിന് മുന്നിലാണ്. ഇപ്പം നമ്മളൊരു ടണലിനുള്ളിൽ കൂടെ പോകുന്നു. ഏതോ വലിയതോ ടണലാന്ന് തോന്നുന്നു. ഇവിടെയാണ് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ നിർത്തിയത്. അവിടെ കുറേ കേക്ക് ഉണ്ടായിരുന്നു. വേറെ ഫുഡൊന്നും ഞാൻ കണ്ടില്ല. ഒന്നും കിട്ടാണ്ടതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് പിന്നെയും ബസ്സിൽ കയറി. രാത്രി ഞങ്ങൾക്ക് ഇവിടെയാണ് ഫുഡ് കഴിക്കാൻ നിർത്തിയത്. ബട്ട് ഗാഥേൻ്റെ അമ്മ ഫുഡ് കൊടുത്തു വിട്ടുകൊണ്ട് ഞങ്ങൾ ചോറ് കഴിച്ചു. ഇതാണ് ഗാഥേൻ്റെ അമ്മ കൊടുത്തു വിട്ട ഫുഡാണ്. ദേവികേൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നു. ഇതാണ് ഞങ്ങൾ വന്ന വണ്ടി. ഇതാണ് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ നിർത്തിയ ഹോട്ടൽ. അങ്ങനെ ഞങ്ങൾ രാവിലെ ഹൈദരാബാദ് എത്തി. ഇതാണ് ഞങ്ങളുടെ ലഗേജ്. വണ്ടി നിറച്ച് ലഗേജാണ്. എനിക്കിരിക്കാൻ സ്ഥലമൊന്നുമില്ലായിരുന്നു. പുറകിലും ഫ്രണ്ടിലും എല്ലാം സാധനങ്ങൾ. ചേട്ടൻ ഓർത്തെന്ന് തോന്നുന്നു എങ്ങനെ ഇത് കൊണ്ടുപോകുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഹോസ്റ്റലിലേക്ക് പോവാണ്. ഇത് ഞങ്ങളുടെ അങ്ങോട്ട് പോകുന്ന വഴിയാണ്. ആ കാണുന്നതാണ് FDD. ഇതിപ്പം ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കൂടെ പോകുന്നതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കാണാം. ആ കാണുന്ന ഓറഞ്ച് ബോർഡ് വെച്ചേക്കുന്നതാണ് ഞങ്ങളുടെ കോളേജ്. ഇതങ്ങോട്ട് പോകുന്ന വഴി. ഇതിൻ്റെ ഇപ്പുറത്ത് കാണുന്നതാണ് പാർക്ക്. അങ്ങനെ ഞങ്ങൾ കോളേജ് എത്താറായി. ഇത് ഞങ്ങളുടെ കോളേജിലേക്ക് കയറുന്ന വഴിയാണ്. അങ്ങനെ ഞങ്ങൾ കോളേജ് എത്തി. ഇതാണ് ഞങ്ങളുടെ കോളേജ്, FDDI ഹൈദരാബാദ്. ഫ്രണ്ടിൽ സെക്യൂരിറ്റി ഉണ്ട്. നമ്മൾ രജിസ്റ്ററിൽ പേരൊക്കെ എഴുതി റിട്ടേണൊക്കെ എഴുതിയാലേ നമ്മളെ കയറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ പേരൊക്കെ എഴുതിയിട്ട് അതേ ഹോസ്റ്റലിലേക്ക് പോവാണ്. ഞാൻ ചേട്ടനിങ്ങനെ വഴി പറഞ്ഞു കൊടുക്കുകയാണ്. ലെഫ്റ്റ്, റൈറ്റ്, സൈഡ് എന്നൊക്കെ പറഞ്ഞ് നേരെ പോയിട്ട് റൈറ്റാണ് ഞങ്ങളുടെ ഹോസ്റ്റലിലേക്കുള്ള വഴി. ചേട്ടന് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ടാവും. ഞാൻ മലയാളത്തിലാണ് പറയുന്നത്. ചേട്ടന് മലയാളം അറിയത്തില്ലല്ലോ. ചേട്ടൻ തെലുങ്കു അല്ലേ. ഈ കാണുന്നതാണ് ഞങ്ങളുടെ പഴയ ഹോസ്റ്റൽ. അതിൻ്റെ അപ്പുറത്ത് കാണുന്നതാണ് ഞങ്ങളുടെ പുതിയ ഹോസ്റ്റൽ. നേരെ തിരിച്ചാണ്. അതാണ് ഓൾഡ് ഹോസ്റ്റൽ, ഇതാണ് ന്യൂ ഹോസ്റ്റൽ. ഇനി കാണുന്ന നേരെ പോകുന്ന വഴി, ഇതാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ. അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലിൽ
എത്താറായി. ആ കാറ് കിടക്കുന്നിടത്താണ് ഇറങ്ങേണ്ടത്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ഇതൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സാണ്. അങ്ങനെ ചേട്ടൻ ഞങ്ങൾ ബൈ ബൈ പറഞ്ഞു. ചേട്ടൻ ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ സാധനം എല്ലാം എടുത്ത് ഹോസ്റ്റലിനുള്ളിൽ കയറി. ഇനി എൻ്റെ റൂമിലേക്ക് പോവുകയാണ്. ഇനി കാണുന്ന ലെഫ്റ്റിലാണ് എൻ്റെ റൂം, ആ സൈഡിലത്തെ. ബാക്കി വീഡിയോ ഞാൻ അടുത്ത ദിവസം ഇടാം. ഓക്കെ, ബൈ.